നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് സഖാവ് ബിനോയ് വിശ്വം. നമസ്കാരം. നമസ്കാരം. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ഔപചാരികമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, ഏകകണ്ഠമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ തന്നെ ചുമതലയുണ്ട്, പക്ഷേ ഇപ്പോൾ ആ ദൗത്യം അത് പൂർണ്ണമായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇത് ഒരു സംഘടനാ ചുമതല, മറ്റൊരു സംഘടനാ ചുമതല മാത്രം. എങ്കിലും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. സന്തോഷം. ഈ ചുമതലയിലെത്തുമ്പോൾ ഞങ്ങളൊക്കെ പെട്ടെന്ന് ഓർക്കുന്നത് അത് താങ്കളുടെ പിതാവ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു ഇതേ പാർട്ടിയുടെ. അവിടെ ഒരു കൂടിയ സംഘടനാ ചുമതലയിലേക്കാണ് താങ്കൾ എത്തുന്നത്. നമുക്ക് അങ്ങനെ തുടങ്ങാം. അച്ഛനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന ആ അച്ഛനമ്മമാരെക്കുറിച്ച്. ഞാൻ കമ്മ്യൂണിസം പഠിച്ചത് പുസ്തകം വായിച്ചല്ല. എൻ്റെ വീട്ടിൽ അന്തരീക്ഷം ഉണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ. ശരിക്കും ഞാൻ കമ്മ്യൂണിസ്റ്റായത് എൻ്റെ അമ്മമ്മ വഴിയാണ്, അച്ഛൻ്റെ അമ്മ വഴിയാണ്. അവർക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല. ഒരു പഴയൊരു സ്ത്രീ. പക്ഷെ അവർക്ക് എല്ലാ പുരാണങ്ങളും അറിയാം. മഹാഭാരതവും രാമായണവും ഒക്കെ കാണാതെ അറിയാം. എനിക്ക് അത്ഭുതമാണ്. അതിനകത്തുള്ള 100 കണക്കിന് കഥാപാത്രങ്ങളുടെ പേരെടുത്ത് പരിചയപ്പെടുത്തും. അതാണ് അമ്മമ്മ. എന്നും വൈകുന്നേരം ഞങ്ങളെ വിളിച്ചെടുത്തിയപ്പോൾ നാമം ജപിക്കും. ഒരു സന്ധ്യയാകുമ്പോഴത്തേക്കും അത് നിർബന്ധമാണ്. നാമം ജപിപ്പിക്കും. അപ്പോൾ നമുക്കറിയില്ല. നമ്മൾ രാമനാമം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇടയ്ക്ക് പെട്ടെന്ന് അമ്മമ്മ പറയും, ഇടയ്ക്കിടയ്ക്ക്. ഓ, ആ കാലം അതെന്തൊരു കാലമായിരുന്നു. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലമാണ്. പാർട്ടി വേട്ടയാടപ്പെട്ട, ഭരണകൂടം മർദ്ദനമഴിച്ചു വിട്ട ആ കാലം പറയും. എന്നിട്ട് എല്ലാവരുടവും ചെന്ന് മുട്ടും, അച്ഛൻ്റെ അടുത്തെത്തും. എൻ്റെ വിശ്വൻ എന്തോരം സഹിച്ചതാവൻ എന്ന് പറഞ്ഞിട്ട് അച്ഛനേറ്റ മർദ്ദനങ്ങളെ പറ്റി പറയും. ഒരിക്കത്തൊരു വാർത്ത വരുന്നു, ലോക്കപ്പിൽ വെച്ച് CK മർദ്ദനമേറ്റ് മരിച്ചു എന്ന്. അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി. ഇത് കേട്ട മാത്രയിൽ എന്നാണ് പറഞ്ഞത്. കേട്ട മാത്രയിൽ ഒരു തോർത്തെടുത്ത് തോളിലേക്കിട്ട് വേഷമൊന്നും ഉടുത്ത മുണ്ടും ബ്ലൗസും ആയിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് നടന്നു. ബസ്സൊന്നും ഇല്ലല്ലോ, നടന്നു പോയി പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പം അമ്മ ഒരു വാക്യതാണ്, എന്തൊരു പുരുഷാരായിരുന്നു സ്റ്റേഷൻ്റെ മുമ്പിൽ. ആളുകളിങ്ങനെ കൂട്ടം കൊണ്ട് നിൽക്കുവാണ്. അവർക്ക് ആർക്കും കൂടിയ ആൾക്കാരാണ്. പോലീസുകാരിങ്ങനെ നിൽക്കുകയാണ്, തോക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ഗേറ്റിൽ. എനിക്കൊന്നും നോക്കാൻ തരാം. എൻ്റെ മോൻ അവിടെ ചത്ത് കിടക്കുമല്ലേ, കൊണ്ടുപോടാ എൻ്റെ തോക്കെന്ന് ഞാൻ പറഞ്ഞു. പോലീസുകാർ തോക്ക് മാറ്റി അതിനകത്തേക്ക് ചെന്ന് DSP രാജൻ, എനിക്കറിയില്ല ആളാണെന്ന്, പക്ഷെ ഇപ്പോൾ ആ പേര് എനിക്കറിയാം. DSP രാജൻ എന്ന് പറഞ്ഞു, അമ്മയുടെ മോനൊന്നും പറ്റിയിട്ടില്ല, അവരോട് പറ, അമ്മ തന്നെ പറയണം ഒന്നും പറ്റിയിട്ടില്ല എന്ന്, എനിക്കവരെ കാണണം എന്ന് അമ്മമ്മ പറഞ്ഞു. അങ്ങനെ അകത്ത് കൊണ്ടുപോയി ലോക്കപ്പിൻ്റെ ഒരു ഭിത്തിയെ ചാരി അച്ഛനിരിക്കുകയാണ്. അപ്പം അമ്മയെ കണ്ടപ്പോൾ അച്ഛനിങ്ങനെ തല കെട്ടി, മുഖത്തൊക്കെ ചോരയുണ്ടായിരുന്നു, അതൊക്കെ തുടച്ചിട്ടുണ്ട് നേരത്തെ. ചോരയൊക്കെ തുടച്ചു മാറ്റി പോലീസ് അതിന് മുമ്പ് തന്നെ. പക്ഷെ എങ്കിലും ആ ഭിത്തി ചരിയുന്നത് എന്നെ നോക്കി അവൻ ചിരിച്ചു. അവൻ ചത്തില്ലല്ലോ, ഇതാണ് അകമരണം. അപ്പം എൻ്റെ കണ്ണൊക്കെ അന്ന് നിറഞ്ഞൊഴുകി, ഞങ്ങളുടെ 3 പേരുടെയും. അതാണ് എൻ്റെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് പാഠം ആ ദിവസങ്ങൾ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തോ ഒരു സത്യമാണ്, ശരിയാണ്. അതിൻ്റെ പോരാട്ടങ്ങളിൽ ഇത്തരം ഒരു ത്യാഗമുണ്ട്, ആത്മാർത്ഥതയുണ്ട്. അതിൻ്റെ ആളുകളെ ജനങ്ങൾ ഇതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പഠിച്ചത് അവിടെ വെച്ചാണ്, അമ്മൂമ്മയിൽ നിന്നാണ്, തീർച്ചയായിട്ടും കഥയിൽ നിന്നാണ്. അതെ. അപ്പം തന്നെ അമ്മയെക്കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞു പോകണം. അമ്മയുടെ അന്തരീക്ഷം വേറെ എന്തായിരുന്നു. ഇത് അച്ഛൻ തൊഴിലാളിയായിരുന്നു. അച്ഛൻ ജനിച്ചത് പാണാവള്ളിയിലാണ്. ജീവിതപ്രയാസം കൊണ്ടായിരിക്കും അച്ഛന് 4 വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ.
പിന്നെ അച്ഛൻ 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി അച്ഛൻ SNDP യൂത്ത് വിഭാഗത്തിൻ്റെ പ്രവർത്തകനായി മാറി. അത് ശ്രീനാരായണ SNDP ആയതുകൊണ്ടല്ല, ശ്രീനാരായണ ആദർശങ്ങളോടുള്ള 15-14 വയസ്സിലൊക്കെ അച്ഛൻ അതിനകത്ത് എൻ്റെ പ്രവർത്തകനായിരുന്നു. അങ്ങനെ അച്ഛൻ നിൽക്കുന്ന കാലത്താണ് പെട്ടെന്ന് വൈക്കത്തേക്ക് എത്തുന്നത്. അമ്മയുടെ വീടാണ് വൈക്കത്ത്, അച്ഛൻ്റെ അമ്മയുടെ വീട്. വൈക്കത്തേക്കെത്തി. വൈക്കത്ത് അച്ഛൻ കൂടുതൽ സജീവമായി ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ. പിന്നെ രാഷ്ട്രീയമായി, സ്റ്റേറ്റ് കോൺഗ്രസ്സായി, പിന്നെ കോൺഗ്രസ്സായി. അച്ഛൻ്റെ അകന്നൊരു ബന്ധുവാണ്, വളരെ അടുത്ത സഖാവാണ് CG സദാശിവൻ, ചേർത്തലയിൽ. CG അച്ഛനോട് പറഞ്ഞു, എടാ നീയും ഞാനൊന്നും കോൺഗ്രസ് ആയിട്ട് കാര്യമില്ല, കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശരി. CG അപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റായി കഴിഞ്ഞിരുന്നു, അച്ഛനായിട്ടില്ല. ഇതൊക്കെ ചെറുപ്രായത്തിലാണ്, 18-19 വയസ്സൊക്കെ ഉള്ള സംഭാഷണങ്ങളാണ്. ആ കാലം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. CG പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് ആകണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ കോൺഗ്രസ് വായന മതിയാക്കി കമ്മ്യൂണിസ്റ്റ് വായനയിലേക്ക് നീങ്ങി. അതാണ് അച്ഛൻ്റെ കമ്മ്യൂണിസ്റ്റ് വരവ്. അച്ഛൻ പക്ഷെ നല്ലവണ്ണം മലയാളത്തിൽ എഴുതുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, നല്ല അറിവുള്ള മനുഷ്യനായിരുന്നു. അല്ല, അത് ആ തലമുറയിലേക്ക് ഒരു പൊതുപ്രവർത്തകൻ. അതേപറ്റി അച്ഛൻ ഇംഗ്ലീഷ് അറിയാം, നല്ലവണ്ണം ഇംഗ്ലീഷ് അറിയാം, നല്ലവണ്ണം എഴുതും, നല്ല കൈയക്ഷരം, സംസ്കൃതം കുറച്ചറിയാം. അതൊക്കെ പിന്നീട് ആർജിച്ചത്. അച്ഛൻ പഠിച്ചത് ജയിലിൽ വെച്ചാ. ഞങ്ങളുടെ അച്ഛൻ പറയായിരുന്നു നല്ലവണ്ണം പഠിച്ചോളണം, നമുക്ക് വേറെ ഒന്നുമില്ല, പഠിത്തം മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് നിങ്ങളുടെ അച്ഛന് പഠിക്കാൻ പറ്റിയിട്ടില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റിയിട്ടില്ല, ഇല്ലായ്മ കൊണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അന്തരീക്ഷമുണ്ട്, അതുകൊണ്ട് പഠിച്ചോളണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴച്ഛൻ പറഞ്ഞു ഞാൻ പഠിച്ചതൊക്കെ ജയിലിൽ വെച്ചാണെന്ന്. അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അമ്മയെക്കുറിച്ചാണ് നമ്മൾ അമ്മയുടെ അന്തരീക്ഷം വളരെ വ്യത്യസ്തമാണ്. കുറച്ചുകൂടെ ജീവിത ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് അമ്മ. അമ്മയുടെ അച്ഛൻ മാധവനാണ്. അദ്ദേഹക്കാലത്ത് വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് സ്വതന്ത്ര സമുദായം. അതന്ന് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും കണ്ടുകെട്ടപ്പെട്ടു, ബാൻ ചെയ്യപ്പെട്ടു. അതിൻ്റെ വാദം വളരെ വിചിത്രമല്ല, ഇന്നും സത്യമായ വാദമാണ്. അത് ഹിന്ദുമതത്തിലെ ജീർണതയ്ക്കെതിരായ സമരമായിരുന്നു ആ പുസ്തകം. അതിലാശയം എന്തെന്ന് വെച്ചാൽ ഹിന്ദുമതം ബ്രാഹ്മണ്യത്തിന് തടവിൽ കഴിയുകയാണ്. ആ ഹിന്ദുമതത്തിനകത്ത് ഒരുപാട് ജീർണതയുണ്ട്, അത് അന്തസ്സ് കെട്ട മതമാണ്, അതിനകത്ത് അഭിമാനമുള്ളവർക്കാർക്കും നിൽക്കാൻ പറ്റില്ല. ഈഴവർ ആ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങേണ്ടവരല്ല. ഈഴവർക്ക് മഹത്തായ വേറൊരു ചരിത്രവും സംസ്കാരവും പാരമ്പര്യമുണ്ട് ശ്രീനാരായണൻ്റെ. അതുകൊണ്ട് ഈഴവർ ഈ ഹിന്ദു സമുദായത്തിൻ്റെ ജീർണമായ കെട്ടുപാടുകൾ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരണം, എന്നിട്ട് ഒരു സ്വതന്ത്ര സമുദായമായിട്ട് നിൽക്കണം എന്നാണല്ലോ വാദം. ഇന്ന് വായിച്ചാലും നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അതിലെ വാദങ്ങൾക്ക് അത്ര യുക്തിപരതയാണ്. മാത്രമല്ല വാക്കുകൾ രൂക്ഷമാണ്, സ്ഫോടകാത്മകമാണ്. അങ്ങനെ ഒരാളുടെ മകളാണിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അതിൻ്റെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. കോളേജിലൊക്കെ പഠിച്ച ആളാണ്. സുശീല ചേച്ചിയും അമ്മയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സുശീല ഗോപാലൻ SG കോളേജിൽ അവർ SF പ്രവർത്തകരായിരുന്നു, ഉറ്റ സഹാക്കളായിരുന്നു. സുശീല ചേച്ചിയും AKGയും തമ്മിലുള്ള കല്യാണത്തിൻ്റെ എല്ലാ കഥകളും എൻ്റെ അമ്മയ്ക്കറിയാം, എനിക്കും അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അന്നത്തെ ഒരു കാമുകിയുടെ ആത്മസംഘർഷങ്ങൾ, പ്രതീക്ഷകൾ, ഇതെല്ലാം ആസ് എ ഫ്രണ്ട് കൈമാറി കിട്ടിയ ആളാണ് എൻ്റെ അമ്മ. അത്ര സ്നേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ അറിയാതെ കിടക്കുമ്പോഴത്തേക്കും അമ്മ ആഗ്രഹിച്ചു ചേച്ചി കാണണമെന്ന്. ചേച്ചി വന്നിട്ടുണ്ട്. അതുപോലെ സുശീല ചേച്ചിയും അതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഓമനെ ബന്ധം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും വലിയ ഞങ്ങളുടെ വീട്ടിൽ ആൽബത്തിൽ നീണ്ടു ഭാഗമാണ്. ആൽബത്തിൽ 1ാമത്തെ പേജിലുള്ള ഫോട്ടോ അമ്മയുടെ അച്ഛൻ്റെ കല്യാണത്തിൻ്റെ ദിവസം AKG നടുക്കി നിൽക്കുന്നു. അമ്മയും അച്ഛനും PKVയും പുറകെ നിൽക്കുന്നു. ഇതാണ് 1ാമത്തെ ഫോട്ടോ. പാർട്ടി പിന്നിച്ചെടുത്ത് ആ ഫോട്ടോ മാറിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഗൗരിയമ്മ ഞങ്ങളുടെ വീട്ടിലൊരു പാർട്ടി പിന്നൊന്നും ബാധിക്കുന്നില്ല. പിന്നെ CPM വഴക്കുകൾ രൂക്ഷമായ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഗൗരി ചേച്ചി എന്നല്ലാതെ ഒരു വാക്കുണ്ടായിട്ടില്ല. AKG, EMS, സുശീല ഗോപാലൻ അവരൊക്കെ രാഷ്ട്രീയ കക്ഷിക്കപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിട്ട് ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥാനമുള്ളവരാണ്. അത് പാർട്ടിയൊക്കെ പിന്നെ പഠിച്ചതാണ്.
എങ്ങനെ അച്യുതമനെ പറ്റിയോ എമ്മനാണ് ഞങ്ങളുടെ വീട്ടിലെ കല്യാണം. ചെന്നൈമ്മയുടെ കല്യാണത്തിൻ്റെ മാലയെടുത്ത് കൊടുത്തത് എമ്മനായിരുന്നു. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിലും മാലയെടുത്ത് കൊടുത്തത് എമ്മനായിരുന്നു. എൻ്റെ കല്യാണത്തിലും എമ്മനായിരുന്നു. എമ്മനോട് പറഞ്ഞു, എടാ നിൻ്റെ മോൻ്റെ കല്യാണത്തിനും മാല വന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നത്. പക്ഷേ വാക്ക് വലിച്ചില്ല മക്കളത്. എൻ്റെ അടുത്ത ചോദ്യത്തിൻ്റെ ഒരു ഭാഗമാണിപ്പോൾ താങ്കൾ പറഞ്ഞത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത് കൃഷ്ണപിള്ള വഹിച്ച ചുമതലയാണ്. അച്യുതമേനോൻ, എമ്മൻ, EMS അവരൊക്കെ ഒരു വഹിച്ച ചുമതലയാണ്. ആ ചുമതലയിലാണ് ഒരു ചരിത്ര തുടർച്ചയിൽ ഒരു പുതിയ ചരിത്രഘട്ടത്തിൽ താങ്കൾ എത്തുന്നത്. ആ പാരമ്പര്യത്തെ കൂടി സ്മരിച്ചുകൊണ്ട് എന്തു പറയും? എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാൻ ഇപ്പോൾ ഇരിക്കാൻ നിയുക്തമാക്കപ്പെട്ട ഈ കസേര ഏതെല്ലാം വലിയ വലിയ മനുഷ്യർ ഇരുന്ന കസേരയാണെന്ന് എനിക്ക് ഓരോ നിമിഷവും അറിയാം. അതിൻ്റെ ചുമതലാബോധം എനിക്കറിയാം, അതിൻ്റെ ഭാരം എനിക്കറിയാം, എൻ്റെ രാഷ്ട്രീയ ആശയ സംഘടനാർത്ഥവും ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം ഒരു കമ്മ്യൂണിസ്റ്റിന് വലിയ ബഹുമതിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു, ഈ അഭിപ്രായം ഇങ്ങനെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ അറിയുമല്ലോ എനിക്കതിന് അർഹതയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. എന്നോട് തന്നെ. അല്ല, ഞാനതിനു വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന ആളല്ല. ഈ അഭിപ്രായം പാർട്ടിക്കകത്ത് ഉണ്ടായ സമയത്ത് ഞാൻ ചിലപ്പോൾ ഇത് ഏൽക്കേണ്ടി വന്നേക്കും എന്ന് എനിക്ക് വിവരം കിട്ടിയപ്പം ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. കൃഷ്ണപിള്ള മുതൽ ചന്ദ്രശേഖരൻ പറഞ്ഞ ഈ എല്ലാവരുടെയും മുഖം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വെറും പാർട്ടിയല്ല, അതൊരു വലിയ വികാരം കൂടിയാണ്, ഒരു വലിയ ദൗത്യമാണത്. അതിന് പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ, ഇന്നത്തെ കേരളത്തിൽ അതിൻ്റെ സ്ഥാനവും കടമയും അതിൻ്റെ എല്ലാം വാക്കുകൾ ഒത്തിരി വാക്ക് വന്നപ്പോൾ ഞാൻ ചിന്തിക്കുക, മനസ്സിലായി കാണും, അതൊരു വലിയ കടമ തന്നെയാണ്. അതിന് പാകപ്പെടുകയാണ്. എല്ലാ സെക്രട്ടറിമാരുടെയും പേരിപ്പോൾ നമ്മുടെ മനസ്സിൽ വരുമെങ്കിലും താങ്കൾ ഈ പദവി ഏറ്റെടുക്കുന്നത് അത് കാനത്തിൻ്റെ ദുഃഖകരമായ വിയോഗത്തെ തുടർന്നാണ്. കാനം രാജേന്ദ്രൻ എന്ന ആ മുൻഗാമിയെക്കുറിച്ച് എന്തു പറയുന്നു? എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്, ഒത്തിരി ഓർമ്മകൾ. ഞാൻ 7 പഠിക്കുമ്പോഴത്തേക്ക് തുടങ്ങിയ ബന്ധമാണത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കാനം അന്ന് YF-ൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് കോട്ടയത്ത്. അച്ഛൻ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ് പാർട്ടിയുടെ. അപ്പം ആ ദിവസങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വീട്ടിൽ വരുമ്പോൾ, അച്ഛൻ സ്ഥിരം വീട്ടിലുണ്ടാകുന്ന ആളല്ല, എപ്പോഴും സഞ്ചാരമാണല്ലോ. അമ്മ അന്ന് പാർട്ടി പ്രവർത്തക, ഫുൾ ടൈം പാർട്ടി പ്രവർത്തക എന്ന റോള് മാറി LIC ജീവനക്കാരിയായി. അമ്മ ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്നു LIC-യിലെ. അപ്പോൾ ഞങ്ങളെ പോറ്റാൻ വേണ്ടി അങ്ങനെ ആ തീരുമാനത്തിന് പുറകിലും പാർട്ടിയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ വഴത്തിലും പാർട്ടിയുണ്ട്. ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ ചെറുപ്രായത്തിൽ അമ്മ ഖാദി ബോർഡ് മെമ്പറായി 57 സർക്കാർ കാലത്ത്. എന്നൊക്കെ വളരെ പ്രായം കുറവാണ്. ചെയർമാൻ ഇക്കണ്ട വാര്യരായിരുന്നു. അപ്പം ചർച്ച വന്ന് പാർട്ടിക്കകത്ത് ഇക്കണ്ട വാര്യരേക്കുള്ളൊരു ബോർഡിനകത്ത് ഓമനെ പോലൊരു മരുന്ന് പെണ്ണ് അങ്ങനെ പോണോ, അത് ഇത്ര ശരിയാകും, വേറെ ആളയച്ചാൽ പോരെ, നാച്ചുറലി ഏത് പാർട്ടിക്കകത്തും വരാം. ഗൗരിയമ്മ ശോഭിച്ച് പറഞ്ഞു, നിങ്ങൾ വയസ്സും പ്രായമൊന്നും നോക്കണ്ട, എങ്ങനെ ജീവിക്കും? വിശ്വനും പാർട്ടി പ്രവർത്തകൻ, അവളും പാർട്ടി പ്രവർത്തക, പിള്ളേരായിപ്പോയി, ഇങ്ങനെ ജീവിക്കും അവർ. അങ്ങ് പ്രായം പിന്നെ പറയാം, അവിടെ പേര് കൊടുക്ക് എന്ന് ഗൗരിയമ്മയുടെ സഹജമായ ഭാഷയെ പറഞ്ഞു. അപ്പോൾ അത് ഗൗരിയമ്മ. പിന്നെ കാനത്തേക്ക് വരാം. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അന്ന് ഒരു മോളേ ഉള്ളു ആ സമയത്ത് 2 മക്കളേ ഉള്ളു. പിന്നെ മക്കൾ പുതുതായി വളരുകയാണ്, പഠിക്കാൻ സ്കൂളിലൊക്കെ ചേർന്നു. അപ്പം അമ്മയ്ക്ക് നിയമനം കിട്ടുന്ന ഉറപ്പായി. അപ്പോൾ അമ്മ ഫുൾ ടൈം പ്രവർത്തകയാണ്. അപ്പോൾ അമ്മ പാർട്ടിയോട് ചോദിച്ചു, അപ്പോൾ ഓമനെ പോലെ ഫുൾ ടൈം പ്രവർത്തക പാർട്ടിയുടെ രംഗത്തുനിന്ന് മാറണമെന്ന് ആരും ചോദിച്ചു. അപ്പോൾ അച്യുതമേനോൻ പറഞ്ഞു, മാറണം, ജീവിക്കണം അവർക്ക്. അതുപോലെ നല്ല ജോലി കിട്ടുമ്പോഴത്തേക്ക് ഓമന പാർട്ടി പ്രവർത്തനത്തിൻ്റെ പേരിൽ അത് ഉപേക്ഷിക്കാൻ പാടില്ല, ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് എവിടെ പോയാലും ഓമനയുടെ മനസ്സിൽ പാർട്ടി ഉണ്ടാകും, അത് മതി എന്ന് പറഞ്ഞതും പാർട്ടി ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്.
എപ്പോഴും. അത് പാർട്ടി അങ്ങനെയാണ്. ഞാൻ അതിൽ ചോദിച്ചത് ഞാൻ കാനത്തെക്കുറിച്ചായിരുന്നു. പാർട്ടിയിൽ ഭിന്നിപ്പ് അതിന് ബാധകമല്ല. ഈ ഭിന്നിപ്പെല്ലാം കഴിഞ്ഞിട്ടും ആ ബന്ധം ഭയങ്കര അതുപോലെ ബന്ധം. തന്നെ. ഞാൻ കാനത്തോടുള്ള ബന്ധത്തെക്കുറിച്ച് അപ്പോൾ അന്ന് അച്ഛനമ്മയോട് എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ, വാഴൂരൊരു നല്ല ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ വന്നിട്ടുണ്ട്, മിടുക്കനാണവൻ, വളരെ നല്ല അവൻ്റെ പെരുമാറ്റവും രീതികളും അവൻ ആൾക്കാരെയൊക്കെ സംസാരിക്കുന്ന രീതിയൊക്കെ വളരെ വളരെ ഇമ്പ്രസീവാണ്. ചെറുപ്പക്കാർക്ക് സംഘടിപ്പിക്കാൻ പ്രത്യേക ബിരുദം കഴിവുണ്ടവന്, അവൻ മിടുക്കനായിട്ട് വരും. അപ്പോൾ പേരൊക്കെ ഇങ്ങനെ എനിക്കറിയാം. ഞാൻ എന്നും പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും സ്കൂളിലേക്കുള്ള യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പാർട്ടി ഓഫീസിൽ കയറും. ഒന്നും കണ്ടിട്ടില്ല, ഞാൻ സീക്കേണ്ട മകനാണല്ലോ. എനിക്കൊരു ചായ കിട്ടുമെടുത്ത് ചായ മേടിച്ച് തരും, ഒരു സഹാക്കൾ ചിലപ്പോൾ കൂട്ടിക്കൊണ്ട് പോയിട്ട് ദോശ മേടിച്ച് തരും. അപ്പോൾ എൻ്റെ കൊച്ചു പ്രായമാണോ, ഞാനതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ആയിരിക്കാം ഓഫീസിൽ കയറും. അപ്പോൾ അവരോട് പറഞ്ഞു നമ്മൾ YF-ൻ്റെ ജില്ലാ സെക്രട്ടറി എഴുതി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ആവേശമായി. ഞാൻ കുറച്ച് നേരം കാത്തിരുന്നപ്പോഴത്തേക്ക് ജില്ലാ സെക്രട്ടറി വന്നു, ഒരു നീല ഉടുപ്പൊക്കെ ഇട്ട് രാജേന്ദ്രൻ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആരംഭിച്ച ബന്ധമാണ്. ആ ബന്ധത്തിൽ ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട്. വെറും ഓർമ്മകളല്ല, ഒരുപാട് ദീർഘമായ ഓർമ്മകൾ. ഞങ്ങൾ സഹപ്രവർത്തകരായപ്പോഴത്തേക്ക് തർക്കിച്ചിട്ടുണ്ട് ഞങ്ങൾ തന്നെ. ചില വിഷയങ്ങളിലൊക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാനവും ഞാനും തമ്മിലുള്ള ബന്ധം ആഴമേറിയൊരു ബന്ധമായിരുന്നു. വിയോജിപ്പുകൾ പറയാം, അതങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും. എൻ്റെ പല സ്റ്റാൻഡും അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തെ എനിക്കും അറിയാം. യോജിക്കാത്ത ഭാഗവും അറിയാം, യോജിക്കുന്ന ഭാഗവും അറിയാം. എന്നാലും ഞങ്ങൾ സഹാക്കൾ എന്ന രീതിക്ക് ഒരു നല്ല ബന്ധത്തിൻ്റെ എല്ലാ രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം രോഗാതുരനായി ഈ ചുമതല നിറവേറ്റാൻ കഴിയില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടൊരു സമയത്ത് ലീവിനെ അപേക്ഷിച്ചുവെന്നും ആ ലീവ് അപേക്ഷയിൽ തന്നെ ചുമതല സഖാവിന് കൈമാറണമെന്നും എഴുതി എന്നാണ് വാർത്തകൾ. അത് അത് ശരിയാണെങ്കിൽ ആ ഒരു മനോഭാവം അദ്ദേഹം അങ്ങനെ കണ്ടു, അങ്ങനെ നിയോഗിച്ചു എന്നതിനെ ഇപ്പോൾ അദ്ദേഹം ഇല്ലാതാവുകയും താങ്കൾ സെക്രട്ടറി ആവുകയും ചെയ്യുമ്പോൾ എങ്ങനെ ഓർക്കുന്നു? എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഫോൺ വന്നത്. ഞാൻ ഡൽഹിയിലായിരുന്നു. വൈകുന്നേരം എനിക്കറിയാം, ഞാൻ അധികം പോയി കണ്ടിട്ടില്ല ആശുപത്രിയിൽ. എൻ്റെ കാരണം എൻ്റെ നിലപാട് അങ്ങനെയാണ്. ഒരാൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എത്ര അടുത്ത ആൾ ICU കിടക്കുന്ന ആളെ പോയി കാണാൻ പാടില്ല. നമ്മൾ ചെന്ന് ആരും കയറ്റിവിടും. പ്രമാണി ആയതുകൊണ്ടും മന്ത്രി ആയിരുന്ന ആളായതുകൊണ്ടും MP ആയതുകൊണ്ടും ഒക്കെ നേതാവായതുകൊണ്ടും ഏത് ആശുപത്രിയിലും നമുക്ക് വേണ്ടി തുറന്നു തരും ICU വാതിൽ. പക്ഷെ എൻ്റെ വിശ്വാസത്തിൽ അത് ചെയ്യാൻ പാടില്ലെന്നാണ്. ആ രോഗിയോടും എല്ലാം ചെയ്യാൻ പാടില്ലത്. അപ്പോൾ ഞാനങ്ങനെ അധികം പോയിട്ടില്ല. ഞാൻ ഒറ്റത്തവണയേ പോയിട്ടുള്ളൂ അത് കാണാൻ വേണ്ടി. പക്ഷെ മിക്കവാറും ദിവസങ്ങളിൽ ഫോൺ വഴി സംസാരിക്കുമായിരുന്നു. പുള്ളിക്ക് നല്ല ആരോഗ്യമുണ്ട്, സംസാരത്തിൽ ക്ഷീണമോ പത്രവെച്ചോ ഒന്നുമില്ല. അതെപ്പോഴും സംസാരിക്കാറുണ്ട്. പുള്ളി പറഞ്ഞിങ്ങനെ പാദം മുറിക്കാനുള്ള അതൊക്കെ എനിക്കറിയാമല്ലോ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിനോയ് ഡൽഹിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങണ്ട, ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഇപ്പോഴത്തെ പോലെ വന്നാൽ പോരാ, ഇവിടെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ സമയം കണ്ടെത്താമെന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു അവധിക്ക് അപേക്ഷിക്കാൻ പോവാണ്, കത്ത് ഇന്നോ നാളെ അയക്കും. അപ്പോൾ അതിൽ ഞാൻ പറയാൻ പോകുന്നുണ്ട് ചുമതല ബിനോയെ ഏൽപ്പിക്കണമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ചുമതലക്കാരനായിട്ട് ഇവിടെ ഉണ്ടാകണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു 3-4 മാസം കൊണ്ട് തിരിച്ചു വരും, അതുവരെ തുടരണം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഞാൻ തന്നെ വേണമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇതാണ് ബിനോയുടെ പ്രശ്നം, ഒരാവശ്യം ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ട് അനുസരിച്ചാൽ മതി, ആ ബന്ധം ഞങ്ങളുടെ മേലുണ്ട്, അങ്ങനെ പറയാറുള്ള അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അനുസരിച്ചു. അങ്ങനെ കത്ത് വന്നു. കത്ത് സെക്രട്ടേറിയറ്റ് വായിക്കുമ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റിലുണ്ട്. ബാക്കിയുള്ളതൊക്കെ ആ കത്ത് വായിക്കപ്പോഴേ ഞാൻ കത്ത് കണ്ടത്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിൻ്റെ ചരിത്രത്തിൽ നിന്ന് കാണുമ്പോൾ അതിൻ്റെ മുഴുവൻ വികാരങ്ങളോടും കൂടി അഭിവാദനം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വർത്തമാനകാലത്ത് അനിവർഗ ചിന്താഗതികളൊക്കെ കടന്നു വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം താങ്കളുടെ ഈ ചുമതല നൽകലിനോടനുബന്ധിച്ച് ചില എതിർശബ്ദങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായി. ചില നേതാക്കളെങ്കിലും, മുതിർന്ന നേതാക്കളെങ്കിലും അത് ക്യാമറയ്ക്ക് മുന്നിലൊക്കെ പറയുന്നൊരു നിലയുണ്ടായി. അതൊക്കെ ആ ഘട്ടം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ താങ്കൾ ഏകകണ്ഠമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. എങ്കിലും ആ എതിർ ശബ്ദങ്ങളെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം എന്തെങ്കിലും സംഘടനാപരമായി തന്നെ താങ്കൾക്ക് പറയാനുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്
ചർച്ചകൾ വേണം. എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പറയണം. വിമർശനവും സ്വയം വിമർശനവും അത് പാർട്ടി പ്രമാണമാണത്. അതാണ് കമ്മ്യൂണിസ്റ്റ് സംഘടനയുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണത്. വിമർശനം, സ്വയം വിമർശനം. അങ്ങനെ വിമർശനം ഉണ്ടായത് അപാകതയായിട്ട് കാണുന്നില്ല. അത് ഉണ്ടാകേണ്ടത് എവിടെയാണ്? അത് ഉണ്ടാകേണ്ടത് പാർട്ടി സംഘടനയ്ക്കകത്താണ്. ഘടകത്തിനുള്ളിൽ ബന്ധപ്പെട്ട ഘടകത്തിൽ ഏത് സഖാവിനും എന്തഭിപ്രായവും പറയാം എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറി. ഇതുപോലൊരു മാധ്യമകാലത്ത് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞൊരു പ്രവണതയെക്കുറിച്ച് ഇപ്പൊ കമന്റ് ചെയ്യാൻ താങ്കൾക്ക് പറ്റുമോ? എനിക്ക് പറ്റും. ഒരാളെ പറ്റിയല്ല, നമ്മുടെ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ, ഏത് കാര്യമായിക്കോട്ടെ, ഏത് കാര്യങ്ങളും പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയാതെ മാധ്യമങ്ങൾ വഴി പാർട്ടി വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്ന രീതി തെറ്റാണ്. അത് CPI-ക്കകത്തുമുണ്ട്, CPM-നകത്തുമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് ഒട്ടും നല്ല ശീലമല്ല. ആര് ചെയ്താലും ഇതിൻ്റെ പേരിൽ ഞാൻ താൽക്കാലിക സെക്രട്ടറിയായി വന്ന പിറ്റേ ദിവസം ഞാൻ ചില നേതാക്കന്മാരെ വിളിച്ചു. അങ്ങനെ ആദ്യം വിളിച്ച നേതാക്കളിൽ ഒരാൾ സഖാവ് KE ഇസ്മായിലായിരുന്നു. എനിക്ക് നല്ല ബന്ധമുണ്ട് സഖാവ് KE ഇസ്മായിലിനോട്. സ്നേഹവുമുണ്ട്, ബഹുമാനവുമുണ്ട്, നല്ല ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു KE കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. സംശയത്വം നിനക്ക് ഞാൻ ഉണ്ടാകുന്ന KE പറഞ്ഞു. അപ്പോൾ ആ ബന്ധമുണ്ട് KEക്ക് വ്യക്തിപരമായിട്ട്. ഇത് വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ കാര്യമല്ലേ അത്. KE പോലത്തെ സഖാവിന് വിമർശനം ഉണ്ടെങ്കിൽ വിമർശനം തീർച്ചയായിട്ടും KEക്ക് അവകാശമുണ്ട് പറയാൻ. KE പാർട്ടിയുടെ ഉന്നത ഘടകത്തിൽ മെമ്പറല്ലേ ഇപ്പം. പക്ഷെ KEക്ക് അറിയാം ഒരു പാർട്ടിയുടെ KE പോലെ ഒരാൾക്ക് കത്ത് മുഖേനയോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ ഒക്കെ പറയാം. മാധ്യമങ്ങളിലേക്ക് പോയതിനെ പറ്റിയുള്ള എൻ്റെ വിമർശനം എത്രമാത്രം നിഷ്കളങ്കമാണെന്ന് ശരിയാണെന്നും KEക്ക് അറിയാം. എന്നെ ബോധ്യം. ഞാനത് KEക്ക് മണ്ണടക്കാൻ പറ്റില്ല. അത് നിഷ്കളങ്കമായ വിമർശനം. എൻ്റെ വിമർശനം നിഷ്കളങ്കമാണ്. ഞാൻ KE കുറ്റം പറയുകയില്ല. അന്നത്തെ ഒരു വികാരവിക്ഷോഭത്തിൽ KE ഒരു നേതാവ് അങ്ങനെ പറഞ്ഞതായിരിക്കും. അത് ശരിയല്ല എങ്കിൽ പോലും ഞാനൊരു അതിൻ്റെ പേരിൽ KEയോട് അകന്നു പോകുന്നില്ല, അകന്നു പോകില്ല. തീർച്ചയായിട്ടും ഞാനതിനെ മാനിക്കുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പിഴവുകൾ അല്ലെങ്കിൽ പാളിച്ചകൾ സംഭവിച്ചാൽ ഒപ്പം തന്നെ തിരുത്തൽ നടപടികളും ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ ഈ പ്രശ്നം കടന്നുപോയിട്ടുണ്ടോ? ആ തിരുത്തൽ നടപടി അത് ഉണ്ടാകുമോ? എന്നോട് ചോദിച്ചു പത്രപ്രവർത്തകന്മാർ ഈ സംഭവം ഉണ്ടായപ്പോഴത്തേക്ക്. ഞാൻ പറഞ്ഞു അത്രയും അനുഭവ സമ്പത്തുള്ള നേതാക്കൾക്ക് അറിയാം എന്തെല്ലാം കാര്യങ്ങൾ എവിടെയെല്ലാം എങ്ങനെ പറയണമെന്ന്. സഖാവ് KE അങ്ങനെ പറഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്തെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും. ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ അടുത്ത കാലത്ത് ചില സ്ഥലങ്ങളിലെങ്കിലും അന്യവർഗ ചിന്താഗതികൾ കടന്നുകൂടിയതിൻ്റെ പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും CPI-യിലും ഉണ്ടായി. ഒരു സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ജില്ലാ ഭാരവാഹിയെ തന്നെ മാറ്റേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. ഇങ്ങനെ അന്യവർഗ ചിന്താഗതികൾ കടന്നുകൂടി അത് ജീർണതയായി മാറി, അത് വാർത്തയായി മാറി, പാർട്ടിക്കും പാർട്ടിയുടെ ചരിത്രത്തിനും അപകീർത്തികരമായി മാറുന്നതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, എൻ്റെ വാക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്നാണ്. തീർച്ചയായിട്ടും പാർട്ടിയൊന്നല്ല. അത് വ്യത്യാസമുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPI-യും CPM-ഉം അടക്കം ഗൗരവമായി കാണേണ്ട കാര്യമാണത്. ഇതിനെപ്പറ്റി പാർട്ടിക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ സഖാവ് പറഞ്ഞ മാതിരി അതിനെയാണ് നമ്മൾ പണ്ട് മുതലേ വിളിച്ചു പോകുന്നത് അന്യവർഗ ചിന്താഗതികൾ, അന്യവർഗ പ്രവണതകൾ, അന്യവർഗ വാസനകൾ. അത് ഒരു മുതലാളിത്ത സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നുഴഞ്ഞു കയറാനുള്ള സാധ്യതകളേറെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം കെട്ടിപ്പടുക്കുന്നൊരു ഒരു മതിലുണ്ട്. അതാണ് അതിൻ്റെ തട. അത് കമ്മ്യൂണിസ്റ്റ് ബോധത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെയും മതിലാണത്. ആ മതിൽ കെട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ല പ്രവർത്തകന്മാർക്ക് ഈ അന്യവർഗ തെറ്റുകളെ തടയാനായില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പേരിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പോകും. സത്തയിൽ, ഉള്ളടക്കത്തിൽ അത് പതുക്കെ പതുക്കെ കമ്മ്യൂണിസ്റ്റ് അല്ലാതായി പോകും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI-യോ CPM-ഓ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി മാറിയാൽ പാവങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പിന്നെ വേറൊന്നും ബാക്കിയില്ല. ഇതാണ് അവസാനത്തെ പ്രതീക്ഷ. ഇതുകൂടി ഇല്ലാതായാൽ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയും കാലത്തിന് വേണ്ടിയും ഭാവിക്ക് വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സമരം നിരന്തരം നടക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥയിൽ ഇവിടെ എല്ലാത്തിൻ്റെയും തെറ്റും ശരിയും ആത്യന്തികമായിട്ട് പണം തീരുമാനിക്കുന്ന പറയുന്നത്. പണം തീരുമാനിക്കും. പണ്ട് പഴഞ്ചൊല്ലായിരുന്നു, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ
നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളും. ഇന്നതല്ല, പഴഞ്ചൊല്ലല്ല. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ, പത്രപ്രവർത്തനത്തിൽ, അഡ്മിനിസ്ട്രേഷനിൽ, എല്ലാ തുറകളിലും പണമാണ്. ഞാൻ ഒന്ന് പറഞ്ഞു പോകട്ടെ, മാർക്സ് പണ്ട് എഴുതി വെച്ചതാണ് മൂലധനത്തെപ്പറ്റി. എല്ലാത്തിനെയും മൂലധനത്തിന് അതിൻ്റെ കൂലിവേലക്കാരാക്കണം. ഭിഷഗ്വരനെ, ശാസ്ത്രജ്ഞനെ, ന്യായാധിപനെ, അഭിഭാഷകനെ, എഴുത്തുകാരനെ എന്നും എണ്ണി പറയുകയാണ്. ഇപ്പോൾ നമുക്ക് പറയാം, പ്രധാനമന്ത്രിമാർ, പ്രസിഡൻറ്റുമാർ, ഗവർണർമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരെയും പണം അതിൻ്റെ അടിമയാക്കാൻ നോക്കുമ്പം അതിൻ്റെ വിഷബാധ നമ്മളെയും ബാധിക്കും. ആ ബാധ ഏൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പാലിക്കേണ്ട ജാഗ്രതയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ CPIM കുറച്ചുകൂടെ മുമ്പോട്ട് പോയ പാർട്ടിയാണ്. ഈ വിഷയങ്ങൾ, സംഘടനാ രംഗത്തുള്ള വിഷയങ്ങൾ ചർച്ചക്കെടുക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക പ്ലീനം വിളിച്ചു കൂട്ടിയ പാർട്ടിയാണ് CPM. CPIക്ക് അത് ആയിട്ടില്ല. CPIക്ക് അകത്ത് അത്തരം പ്രവണത ഇല്ലാത്തതുകൊണ്ടല്ല. CPI ചെയ്തിട്ടുള്ളത് എല്ലാ പാർട്ടി കോൺഗ്രസ്സുകളിലും ഈ വിഷയം ചർച്ചയ്ക്ക് വരും. സംഘടനാ പ്രമേയത്തിനകത്ത് ഇത് വരും. ഈ വിഷയങ്ങൾ അതിനകത്ത് നല്ലവണ്ണം പ്രതിപാദിക്കാറുണ്ട് CPIയും CPMഉം. ആ പതിവിനപ്പുറത്തേക്ക് പോയി ഇതിൻ്റെ ഗൗരവം കണ്ടുകൊണ്ട് CPIM സഖാക്കൾ ആ പ്രത്യേക പ്ലീനം വിളിച്ചു കൂട്ടി. ആ രേഖ ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആ രേഖ ഒന്നാം തരം രേഖയാണ്. പക്ഷേ ആ രേഖ പാലിക്കപ്പെടാതെ പോയി. പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ പറയുന്ന കരുവന്നൂരും ഉണ്ടാകില്ല, കണ്ടലയും ഉണ്ടാകില്ല. അത് രണ്ടും ഉണ്ടായതുകൊണ്ട് വേറെ പോംവഴിയില്ല. ജാഗ്രത വേണം. ആ ജാഗ്രത ഇരട്ടിയാക്കണം. കാരണം ഈ വൈറസ് അത്രമാത്രം അഗ്രസീവാണ്. അതുകൊണ്ടാണ് ബിനോയ് സഖാവ് പറഞ്ഞ ഈ ജാഗ്രത, അതിൻ്റെ പ്രയോഗരൂപം രാഷ്ട്രീയ വിദ്യാഭ്യാസമായിട്ടും ഘടകങ്ങൾക്കുള്ളിൽ നടക്കുന്ന രൂക്ഷമായ വിമർശനം, ഉൾപാർട്ടി ജനാധിപത്യം അത് നിലനിർത്തുന്നതിലൂടെയും ഒക്കെയാണ്. വിമർശനത്തിലൂടെയും സ്വയം വിമർശനത്തിലൂടെയാണല്ലോ പാർട്ടി സഖാക്കൾ ശുദ്ധീകരിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആ ശുദ്ധി ഉറപ്പുവരുത്തേണ്ടത്. അതൊക്കെ കുറഞ്ഞതിൻ്റെ ഒരു പുതിയ കാലത്ത്, പുതിയ തലമുറയുടെയൊക്കെ രംഗപ്രവേശത്തിന് ശേഷം അത് കുറഞ്ഞതിൻ്റെ പ്രശ്നങ്ങൾ ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഞാൻ പുത്തൻ തലമുറയെ കുറ്റപ്പെടുത്തില്ല. ആ തലമുറ പഠിച്ചത് എങ്ങനെയാണ്? മുമ്പിലുള്ള തലമുറയെ കണ്ടിട്ടാണ്. അപ്പോൾ ആ തലമുറ ആണ് അവരെ പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിക്കാൻ അവർക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ മുൻ തലമുറയുടെ തെറ്റുകൂടിയാണത്. എനിക്ക് CPIയുടെ കോണ്ടെക്സ്റ്റിൽ 2 പേര് ഓർമ്മയിലേക്ക് വരുന്നു. ഒന്ന് സഖാവ് വെളിയം ഭാർഗവൻ. നിരന്തരമായ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെപ്പറ്റി പറയുമായിരുന്നു, നിരന്തരമായിട്ട്. അത് പറയാത്തൊരു പാർട്ടി കമ്മിറ്റി ഉണ്ടാകാറില്ല. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ. ചില സഖാക്കൾ ഇങ്ങനെ തമാശക്ക് പറയൂ, വെളിയ എല്ലാ കമ്മിറ്റിയും ഇങ്ങനെ പറയണമെന്ന്. പക്ഷേ ക്ഷീണം കൂടാതെ വെളിയും അത് പറയുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെപ്പറ്റി. എപ്പോഴും ആ വാക്ക് പറഞ്ഞില്ലെങ്കിലും സഖാവ് ചന്ദ്രപ്പൻ പാർട്ടിക്കകത്ത് അതേപ്പറ്റി സ്ഥിരമായി ജാഗ്രതപ്പെട്ട സെക്രട്ടറിയാണ്. അതെൻ്റെ മനസ്സിലേക്ക് വരുന്ന പെട്ടെന്ന് കടന്നത് 2 പേരുകളാണ്. അതൊരു സ്ട്രഗിളാണ്, ഒരു കർത്തവ്യമാണ്, ഒരു പോരാട്ടവുമാണ്. അതിനകത്ത് ഈ വഴികളൊക്കെ CPIക്ക് മുമ്പിലുണ്ട്. സഹഗാനം ഓർമ്മയായി മാറിയപ്പോൾ നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ അദ്ദേഹത്തെ അനുസ്മരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആ കാലത്തിൻ്റെ ആദ്യത്തൊക്കെ CPIയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിന്നു. അത് CPIഎമ്മിനോടും ഇടർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടുകൂടി അത് ഉയർത്തിപ്പിടിച്ചു. പിൽക്കാലത്ത് വിട്ടുവീഴ്ച ചെയ്തു എന്നൊക്കെയുള്ള ലളിത നിരീക്ഷണങ്ങളായിരിക്കാം അങ്ങനെ ചിലർ മുന്നോട്ട് വെച്ചു. ഈ ഒരു പ്രത്യേക കാലത്ത് ഇതിൻ്റെ മാധ്യമ സാഹചര്യം ഒക്കെ ആയിട്ട് CPIക്ക് അങ്ങനൊരു പൊസിഷൻ പല നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. CPIയെ എതിർക്കുന്ന, CPIയെ തിരുത്തുന്ന ഒരു കൂട്ടർ അതിൽ വീഴ്ചകൾ വരുന്നു എന്ന മട്ടിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇതൊരു മാധ്യമ കെണിയായിട്ട്, വലതുപക്ഷ കെണിയായിട്ട് കാണുന്നുണ്ടോ? എന്താണ് CPIയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു നില? അവിടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക്, കാനത്തിൻ്റെ പിൻഗാമി എന്ന നിലയ്ക്ക് സഖാവിൻ്റെ ഒരു റോൾ അതെന്താണ്? എനിക്ക് സംശയമേ ഇല്ല. CPI-CPM ബന്ധമാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ
പ്രതീക്ഷ, അതിൽ തകർച്ചയുണ്ടായാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് തന്നെ ശക്തിപ്പെടുന്ന ഇരുട്ട് വീണ്ടും കട്ടപിടിക്കും. ചെറിയ ആപത്തല്ല. വലതുപക്ഷം അതിൻ്റെ എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് ആശയരംഗത്തും രാഷ്ട്രീയ രംഗത്തും പിടിമുറുക്കുകയാണ്. അതിനു മുമ്പിൽ ഒരു വലിയ പോരാട്ടം ഈ കാലം ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ ബദലും ഇന്ത്യ സഖ്യമൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം ഭാവി ആശ്രയിച്ചിരിക്കുന്നത് ഈ CPI ബന്ധങ്ങളിലാണ് എന്ന് വിശ്വസിക്കുന്ന CPI കാരനാണ് ഞാൻ. അതുകൊണ്ട് CPI-CPM ബന്ധങ്ങൾക്ക് പോറൽ വീഴുന്നത് ചെയ്യാൻ പാടില്ല. നല്ല ബോധ്യം എനിക്കുണ്ട്. ഇന്നലെയും പലരും ചോദിച്ചെന്നോട് ഈ പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തിരുത്തൽ ശക്തിയെപ്പറ്റി. ഒരു മറ്റൊരു സുഹൃത്താണ്. അല്ല, അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ആ വാക്ക് ഞങ്ങൾക്കറിയാൻ വയ്യാത്ത വാക്കാണ്, മാധ്യമങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങളുടെ മേൽ കെട്ടിവെച്ച വാക്കാണത്. അങ്ങനെ റോളൊന്നും CPIക്കില്ല. CPI നിലപാടുള്ള പാർട്ടിയാണ്, CPM-ഉം അതെ. ഏറ്റവും വലിയ പ്രശ്നം CPI-CPM ബന്ധത്തിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യം താല്പര്യപുരുത്തമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊതുഗതിയെ മനസ്സിലാക്കുന്നതിൽ, ഫാസിസ്റ്റ് വിപത്തിനെ മനസ്സിലാക്കുന്നതിൽ, അതിനെ ചെറുക്കേണ്ട രാഷ്ട്രീയത്തിൻ്റെ മാർഗമാരായുന്നതിൽ എല്ലാം CPIക്കും CPM-നും സമാനമായ കാഴ്ചപ്പാടുണ്ട്. അതാണ് മുഖ്യം. അതിനിടയിൽ രണ്ട് പാർട്ടികളായതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. അത് പറയാനുള്ള ബന്ധം CPIക്കും CPM-നും ഇടയിലുണ്ട്. അത് മുടിവെക്കേണ്ട കാര്യമില്ല. കേരളത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. കേരളത്തിലെ LDF-ഉം കേരളത്തിലെ LDF ഗവൺമെൻറ്റും ഇവിടുത്തെ മാത്രം ഒരു ഘടകമല്ലത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ലെഫ്റ്റിൻ്റെ അഭിമാനത്തിൻ്റെ അടയാളമാണത്. ഇന്ത്യ മുഴുവനും ഇരുട്ട് പടരുമ്പോഴത്തേക്കും ഇവിടെ കെട്ടുപോകാതെ വെളിച്ചം നിൽക്കുന്നുണ്ട് ഈ തെക്കേ കോണിൽ. ഈ വെളിച്ചമാണ് നാളത്തെ ഇന്ത്യക്ക് വഴി കാണിക്കേണ്ട പ്രകാശഗോപുരം എന്ന് ഞാൻ പറയും. ആ വെളിച്ചമായി ഇതിനെ കാണാൻ CPIക്ക് അറിയാം. CPIയുടെ ബോധ്യമാണത്. ഞാൻ പണ്ടും പലവട്ടം പറഞ്ഞ കാര്യം ഇപ്പോൾ ആവർത്തിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിട്ട് ഞാൻ ആവർത്തിക്കുന്നു. LDF എത്രമാത്രം CPM-ൻ്റേതാണോ അത്രമാത്രം LDF CPI-യുടേതുമാണ്. ഈ ബോധ്യമാണ് CPIക്കുള്ളത്. ആ ബോധ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടേ CPI-CPM ബന്ധങ്ങളെയും LDF-നെയും CPI കാണാവൂ. ഇതിനിടയ്ക്ക് ഇപ്പം നമ്മൾ തമ്മിൽ ചില വിഷയങ്ങളിൽ ഭിന്നത വന്നേക്കാം. CPI-CPM തമ്മിൽ വന്നാൽ പരസ്പരം ഒരു സംവിധാനമുണ്ട്, അങ്ങനെ പറയാം. LDF പറയാം, അതൊക്കെ പറയാം. അതൊന്നും കൊണ്ട് ഫലമുണ്ടായില്ലെങ്കിൽ അത് പുറത്ത് പറയേണ്ടി വന്നാൽ മാത്രം പുറത്ത് പറയാം. പറയുമ്പോഴും ഇടതുപക്ഷ ഐക്യത്തിൻ്റെ കാവൽക്കാർ എന്ന് കടന്നു മറന്നുകൊണ്ട് പറയാൻ പാടില്ല. CPI പറയില്ല. ആഗ്രഹം അങ്ങനെ പറയാൻ അവസരം ഉണ്ടാകാതിരിക്കണമെന്നാണ്. അനിവാര്യമായി എന്തെങ്കിലും ബന്ധം എപ്പോഴെങ്കിലും പറ്റിപ്പോയാൽ അങ്ങനെ പറഞ്ഞാൽ ഈ ബന്ധങ്ങളെ മറന്നുകൊണ്ട്, CPI-CPM ബന്ധങ്ങളെ മറന്നുകൊണ്ട് ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഉണ്ടാകാൻ പാടില്ല. CPIയുടെ ഭാഗത്തു നിന്നും CPM-ൻ്റെ ഭാഗത്തു നിന്നും. ഇതാണ് CPI സെക്രട്ടറിക്ക് അതേപ്പറ്റി പറയാനുള്ളത്. എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് CPM-ൻ്റെ എല്ലാ സഹാക്കളോടും. ഞാൻ ആദ്യമായി പോയ എൻ്റെ പാർട്ടി ഓഫീസ് കഴിഞ്ഞാൽ ആദ്യമായി പോയ പാർട്ടി ഓഫീസ് ഏതാ? CPM-ൻ്റെ ഓഫീസാണ്. വ്യക്തിപരമായ അടുപ്പത്തിൽ വിപത്തിൽ പോയതല്ല. CPM സെക്രട്ടറി ഗോവിന്ദൻ മാഷ് എത്രയോ കൊല്ലമായിട്ട് എനിക്ക് സ്നേഹമുള്ള ആദരവുള്ള നേതാവാണ്. അതുകൊണ്ട് മാത്രം പോയതല്ല. എൻ്റെ രാഷ്ട്രീയ ബോധം പറഞ്ഞു CPI സെക്രട്ടറി നിർബന്ധമായിട്ടും ഒന്നാം ദിനത്തിൽ തന്നെ CPM സെക്രട്ടറിയെ കാണണം. അതൊരു മെസ്സേജാണ്. ഈ പറയുന്ന ഊഹം പറയുന്നവർ എല്ലായിടത്തും കണ്ടേക്കാം. അവർക്കുള്ള മെസ്സേജ് കൂടിയാണ്. അതുകൂടിയാണത്. ഞാൻ മാഷോട് പറഞ്ഞു, അതുകൂടിയാണ്. അപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിരീക്ഷകരും മാധ്യമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചില പ്രതീതികളെ കുറിച്ചാണ് ചോദിച്ചത്. സഖാവിൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് അവർ കണ്ടെടുക്കുന്ന, അവരെ ആകർഷിക്കുന്ന ഒരു ഘടകം സഖാവിൻ്റെ ചില പരിസ്ഥിതി നിലപാടുകളാണ്. സഖാവ് വളരെ കടുത്ത, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് പതിവില്ലാത്ത അത്ര തീവ്രതയോടുകൂടി പരിസ്ഥിതി പ്രശ്നങ്ങളെ കാണുന്ന ഒരു പരിസ്ഥിതിവാദിയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇവിടെ ഇങ്ങനെ ചുറ്റുവട്ടത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ബിനോയ് വിശ്വം എന്ന പൊതുപ്രവർത്തകൻ പരിസ്ഥിതി പ്രശ്നങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ കാലത്തെ നമ്മുടെ നാടിൻ്റെ വികസന ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തി അതിനൊരു ഇടർച്ച ഉണ്ടാവും. ആ ഇടർച്ചയെ എങ്ങനെ നേരിടണമെന്നാണ് ആഗ്രഹിക്കുന്നത്? പരിസ്ഥിതിവാദം എന്നു മുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്യമാകുന്നത്.
എന്ന് മുതലാ. എംഗൽസ് മുതൽ അതെ, ഞാൻ അറിയുന്ന ഏറ്റവും ഒന്നാമത്തെ പരിസ്ഥിതിവാദി എംഗൽസാണ്. പിന്നെ മാർക്സാണ്. മൂലധനം വായിച്ചറിയാമല്ലോ. ഈ ലാഭാർത്ഥി പൂണ്ട മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയെപ്പറ്റി പറയുമ്പോൾ ഒരിക്കൽ എംഗൽസ് പറഞ്ഞ വാക്കാണ് ബലാത്സംഗം. ആ ബലാത്സംഗം പാടില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ ആശയമാണ് മാർക്സിസ്റ്റ് ആശയം. ഞാൻ കണ്ടുപിടിച്ചതല്ലത്. സഖാവ് ഉയർത്തുന്ന പരിസ്ഥിതിവാദം അത് തന്നെയാണ്. എന്നെ പഠിപ്പിച്ചത് മാർക്സും എംഗൽസുമാണ്. അപ്പോൾ മാർക്സും എംഗൽസും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ സാഹചര്യത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ മേലെ ആരോ കെട്ടിവെച്ചൊരു മുദ്രയാണ് കണ്ണട, ഒരു അന്ധമായിട്ടുള്ള പരിസ്ഥിതി എൻ്റെ കണ്ണിൽപ്പെടുന്നുണ്ട്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ചില CPM സഖാക്കൾ, ചില CPM സഖാക്കളും പറയുന്നുണ്ട് സഖാവ് അതിരുവിട്ട പരിസ്ഥിതിവാദിയാണെന്ന്. അല്ല, വിടുന്ന ആളല്ല ഞാൻ. എൻ്റെ പോയിന്റ് എന്താ, എല്ലാ വികസനവും വേണം. പക്ഷേ വികസനത്തിൻ്റെ ഒന്നാമത്തെ ഘടകം വെള്ളമാണ്. ശുദ്ധജലം, ശുദ്ധവായു, മലിനമാകാത്ത മണ്ണ്, ഇത് മൂന്നും ഉറപ്പാക്കുന്ന വികസനം വേണം. അതിനെ തടയുന്ന വികസനത്തെപ്പറ്റി നമ്മൾ സംശയാലുക്കളാകണം. എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ മക്കൾ ജീവിക്കാൻ വരുന്നുണ്ട്. അവർ ജീവിക്കാൻ വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ മൂന്ന് ആവശ്യങ്ങളും ഇല്ലാതെ കൊടുക്കാതെ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? കുറേ പണം ഉരുട്ടി കൊടുക്കുമോ? എത്ര പണം കൊടുത്താലും ദാഹം മാറില്ല. അതിന് വെള്ളം തന്നെ വേണം. എത്ര നമ്മൾ വികസനം പറഞ്ഞാലും ഭക്ഷണം വേണം, അതിന് കൃഷി വേണം. കൃഷി വേണമെങ്കിൽ വെള്ളം വേണം. വെള്ളം വേണമെങ്കിൽ പുഴ വേണം. പുഴ വേണമെങ്കിൽ മല വേണം. എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇതെൻ്റെ കാഴ്ചപ്പാടല്ല ഇത്. എൻ്റെ ആഗ്രഹവും ഞാൻ പറയുന്നതും ഇത് ഇടതുപക്ഷ കാഴ്ചപ്പാടാകണം. അത് കാഴ്ചപ്പാടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വിധേയമായിട്ടുള്ള ചർച്ചകളോ അന്വേഷണങ്ങളോ ഒക്കെ വേണം. ഞാൻ വികസന വിരോധിയല്ല. പക്ഷേ ചില ആളുകൾ, എനിക്കറിയില്ല എങ്ങനെ ഉണ്ടായതാണ്, അത് പറയുന്നുണ്ട് ഞാൻ വികസന വിരോധിയാണെന്ന്. അത് അല്ല, ഞാൻ പരിസ്ഥിതിവാദിയാണ്, വികസന വിരോധിയല്ല. പരിസ്ഥിതിവാദം ഒരു കുറ്റമാണെന്ന് ഞാൻ കാണുന്നുമില്ല. നമുക്ക് അഭിമുഖം അവസാനിപ്പിക്കേണ്ട സമയമായി. അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, സഖാവിൻ്റെ സെക്രട്ടറി എന്നുള്ള ഈ പദം, ഈ കാലം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ, കേരള ചരിത്രത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തണം എന്നാണ് സഖാവ് ആഗ്രഹിക്കുന്നത്? അതൊന്നും പറയാൻ മാത്രമുള്ള വലിപ്പം എനിക്കില്ല. ഞാനൊരു ചെറിയ ആളാണ്. ചരിത്രത്തിൽ അല്ലേ, ഒന്നെനിക്ക് ഉറപ്പാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടണം. എന്നാലും സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സഖാവിൻ്റെ ആഗ്രഹം, എൻ്റെ പ്രയോറിറ്റി പാർട്ടിയെ ശക്തിപ്പെടുത്തലാണ്. അതോടൊപ്പം ഇടതുപക്ഷ ഐക്യത്തെ ശക്തിപ്പെടുത്തലാണ്. ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരുള്ള ഒന്നായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അവർ കാണും എന്നുറപ്പാക്കുന്ന അന്തരീക്ഷമുണ്ടാക്കലാണ്. അതിനുവേണ്ടി CPIക്കകത്തും CPMനകത്തുമുള്ള നമ്മുടെ എല്ലാ പൊട്ടൻഷ്യലും ഉപയോഗപ്പെടുത്താൻ വേണ്ടി എൻ്റെ ചെറിയ പങ്ക് നിറവേറ്റാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. വളരെയധികം നന്ദി സഖാവ്.